സൂറത്തുൽ ഫീലിൻ്റെ പാരായണമാണ് നമ്മൾ പരിശീലിക്കുന്നത്. അത്യാവശ്യമായി അറിയേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കാം. ആദ്യ വചനത്തിൽ അലം തറ, ഇതിൽ സാക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. തറ എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീം ചെയ്ത് പെരുപ്പിക്കണം. തറ. അതേ നിയമം തന്നെ റബ്ബുക, ഈ റായിനെയും പെരുപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. തഫ്ഖീം ചെയ്യണം. ബി അസ്ഹാബ്, ഇതിലെ സ്വാദിനും തഫ്ഖീം നൽകണം. റാ സ്വാദ്, ഇങ്ങനെ 3 അക്ഷരങ്ങളാണ് ഈ വചനത്തിൽ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടത്. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ സൂക്ഷിക്കണം. അലം യജ്അൽ, ഇതിലും സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇതേ നിയമം തന്നെയാണ് കൈദഹും എന്ന പദത്തിലെ സാക്കിന മീമിനും. പക്ഷേ അത് ഫായിന് മുമ്പിൽ വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. അവ്യക്തമാവാൻ സാധ്യതയുള്ളതാണ്. കൈദഹും ഫീ തദ്ലീൽ. യജ്അൽ എന്ന പദത്തിലെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. യജ്അൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ദ്വാദിന് തഫ്ഖീമാണ്, പെരുപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ്. തദ്ലീൽ. ദ്വാദിനെ തഫ്ഖീം ചെയ്യുമ്പോൾ തഇന് തഫ്ഖീം വരാൻ പാടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. തദ്ലീൽ. വഅർസല, ഈ പദത്തിലെ റായിന് തഫ്ഖീമുണ്ട്. അലൈഹിം എന്ന പദത്തിൽ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ത്വയ്റൻ, ത്വാ റാ രണ്ടും തഫ്ഖീം ചെയ്ത് പെരുപ്പിക്കണം. റൻ എന്ന തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ത്വയ്റൻ അബാബീൽ. തർമീഹിം ബിഹിജാറ, സാക്കിന മീം ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം, ബായിന് മുമ്പിൽ വന്നതിനാൽ. അപ്പോൾ പൂർണ്ണമായും ചുണ്ട് പൂട്ടി വെച്ച് വ്യക്തമാവാതെ അല്പം ചുണ്ട് പരത്തി വെച്ച് അവ്യക്തമാക്കിക്കൊണ്ട് സാക്കിന മീമിനെ ഉച്ചരിക്കണം. ബായിൽ ഷദ് വരാതെ സൂക്ഷിക്കണം. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ബിഹിജാറത്തിൻ എന്ന തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്നഹ് കാമിൽ. മീൻ സിജ്ജീൽ, സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. ഈ വചനത്തിൽ ബിഹിജാറ എന്ന് പറയുമ്പോഴുള്ള റായിന് തഫ്ഖീം വരുന്നതാണ്, സൂക്ഷിക്കുക. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം നൽകാതെ ഉച്ചരിക്കണം. ഫജഅലഹും, ഈ പദത്തിലെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. കഅസ്ഫിൻ, ഈ പദത്തിൽ സ്വാദിന് തഫ്ഖീം നൽകി പെരുപ്പിച്ച് ഉച്ചരിക്കണം. കഅസ്ഫിൻ മഅകൂൽ, തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്നഹ് കാമിൽ നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഈ വചനങ്ങളുടെ അന്ത്യത്തിലെല്ലാം ദീർഘാക്ഷരവും ശേഷം സുക്കൂനും വരുന്നു എന്ന കാരണത്താൽ ദീർഘിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യാം. ബി അസ്ഹാബിൽ ഫീൽ, തദ്ലീൽ, അബാബീൽ, സിജ്ജീൽ, മഅകൂൽ എന്നിങ്ങനെ ദീർഘം നൽകാവുന്നതാണ്, അനുവദനീയമാണ്. ഈ ദീർഘത്തിന് അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ എന്ന് പറയുന്നു. വഖഫിന് വേണ്ടി പുതിയ സുക്കൂൻ വന്ന കാരണത്താൽ ഉണ്ടായ ദീർഘം ജായിസാണ്. ഇതിൻ്റെ വിധി, ഇതിന് 2 ഹറക്കത്ത് നൽകി ഒതുക്കാം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകി മതിയാക്കാവുന്നതാണ്, ഖസ്ർ ചെയ്യാം. അല്ലെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ തവസ്സുത്ത് മിതത്വം സ്വീകരിക്കാം. അതുമല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ഇഷ്ബാ ചെയ്ത് പൂർത്തിയാക്കി ദീർഘിപ്പിക്കുകയും ആവാം. പാരായണം ചെയ്യൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل
وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول